രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപണം. അതിന്റെ വിമാന ഇന്ധനത്തിന്റെ വാറ്റ് 25% നിന്ന് 7% ഡൽഹി സർക്കാർ കുറച്ചിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ രീതിയിൽ ഇന്ധന ക്ഷാമമുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ അതുണ്ടാവില്ല, വിലവർധന ഉണ്ടാവില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ പൊടുന്നനെ ഒരു ദിവസം രാവിലെ നമ്മൾ അറിയുന്നു ഇതിന് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു എന്ന്. വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് അതിപ്പോഴും പോവുകയാണല്ലേ? തീർച്ചയായും ദിൽന അങ്ങനെ തന്നെയാണ്. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് 3 രൂപയോളമാണ് പെട്രോളിനും ഡീസലിനും വിലവർധനവ് ഉണ്ടായിരിക്കുന്നത്. അത് അവരുടെ കുടുംബ ബജറ്റിനെ അടക്കം താളം തെറ്റിക്കുന്നത് തന്നെയാണ്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് പോകില്ല എന്നൊക്കെ പറയുമ്പോഴും പൊടുന്നനെയാണ് ഈ 3 രൂപയോളം ഒരു വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കേന്ദ്രവും BJPയും ഒക്കെ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക്, ഒരു വർധനവിലേക്ക് എത്തിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം എന്ന രീതിയിൽ പറയുന്നത്. പക്ഷേ അതേസമയം പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ ഈ വില വർധനവ് ഉണ്ടായത് അത് ഒരു തിരിച്ചുപിടിക്കലാണ്, പ്രധാനമന്ത്രിയുടെ തിരിച്ചുപിടിക്കലാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് വിമർശനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചിരിക്കുകയാണ്. അതിനിടെ ഈ വിമാന ഇന്ധന വാറ്റ് അത് 25% നിന്ന് 7% ഡൽഹി സർക്കാർ കുറച്ചിരിക്കുകയാണ്. അതേസമയം ഹോർമുസ് കടന്ന് 2 LPG ടാങ്കറുകൾ കൂടി ഉടൻ ഇന്ത്യൻ തീരത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി വിനീത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.